എല്ലാവർക്കും മാജിക്കൽ വിസ്ഡമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വാൾ ഡെക്കറായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ക്ലോക്ക് ഉണ്ടാവുമല്ലോ. ആ ക്ലോക്കൊക്കെ പണി മുടക്കി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ആ ക്ലോക്കിനെ ആ ഭിത്തിയിൽ നിന്ന് എടുത്ത് മാറ്റും. എന്നാൽ നമുക്ക് വീണ്ടും ആ ക്ലോക്കിനെ ആ ഭിത്തിയിലേക്ക് എത്തിക്കാൻ പറ്റിയൊരു ഐഡിയ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഇവിടെ ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു പഴയ ക്ലോക്ക് എടുക്കുക, പിന്നെ വേണ്ടത് ഫെവിക്രിലിൻ്റെ മോൾഡിറ്റ്, ഇതെല്ലാം ക്രാഫ്റ്റ് ഷോപ്പിലും കിട്ടും. പിന്നെ കുറച്ച് ബ്രഷ്, നമ്മുടെ അക്രിലിക് പെയിൻറ്റ്സ്, ഫെവിക്കോള്, ഒരു പെൻസില്, പിന്നെ ഒരു പേപ്പർ ബ്ലേഡ്, പിന്നെ ഒരു കില്ലിംഗ് നീഡിലോ അല്ലെങ്കിൽ ഇർക്കിലോ എന്തെങ്കിലും, പിന്നെ ഒരു പഴയ കത്രിക. നമ്മളിവിടെ ഒരു കാർഡ് ബോർഡിൽ വൈറ്റ് ചാർട്ട് പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതായത് ക്ലോക്കിന് ഉള്ളിൽ വെക്കാൻ പറ്റിയ ആ ഒരു അളവിലാണ് നമ്മളിത് മുറിച്ചെടുത്തിട്ട്. അപ്പം നമുക്ക് ഇനി അതിൻ്റെ സ്ക്രൂ ഒക്കെ ഒന്ന് അഴിച്ചു മാറ്റാം. ഇനി നമുക്ക് ആ സൂചിയെല്ലാം അഴിച്ചു മാറ്റാം. ഇതിൽ നമ്മളൊരു സ്കൈ ആണ് ചെയ്യുന്നത്. അതിനായിട്ട് വൈറ്റും ബ്ലൂവും അക്രിലിക് പെയിൻ്റ് എടുത്തിട്ടുണ്ട്. ഇത് അൾട്രാ മറൈൻ ബ്ലൂ ആണ്. പിന്നെ ബ്രഷും ഒരു പെൻസിലും വേണം. പിന്നീട് നമുക്കൊരു തുണി കൂടെ വേണം. നമ്മൾ പെയിൻറ്റ് ബ്ലൂ എടുത്തിട്ട് ഒന്ന് ബ്രഷ് കൊണ്ടൊന്ന് അടിച്ചു കൊടുക്കുക. അതായത് ചുമ്മാ ഒന്നങ്ങ് അടിച്ചാൽ മതി. പിന്നെ കുറച്ച് വെള്ളവും കൂടെ തൊട്ടിട്ടൊന്ന് ഓടിച്ചു കൊടുക്കുക. എന്നാലേ ഒരു ബ്രഷ് അതിൽ കൂടെ ഒരു നല്ല സ്മൂത്തായിട്ട് പോകത്തുള്ളൂ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ, അതായത് ചുമ്മാ അങ്ങ് അടിച്ചാൽ മതി. വൈറ്റ് അടിക്കുക, ഇടക്ക് കുറച്ച് ബ്ലൂ, അതേപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇതിന് ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്യുന്ന കേട്ടോ നല്ലത്. ഇതാ നമ്മുടെ സ്കൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമ്മളൊരു മരമാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് മോൾഡിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് 2 പാക്കറ്റായിട്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് അനുസരിച്ച് ഒരേപോലെ കട്ട് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് കട്ട് ചെയ്യിപ്പോവും. അപ്പോൾ നമുക്ക് ഒത്തിരി വേസ്റ്റ് ആയിപ്പോവും. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള മാത്രം എടുത്തെടുത്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് പൗഡർ ഇട്ടിട്ട് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് നേരം കുഴച്ച് കഴിയുമ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് വരും. അതുവരെ നമ്മൾ നല്ലോണം മിക്സ് ചെയ്യുക. ഇനി നമ്മളിതിനൊരു മരമാക്കണം. അതിനായിട്ട് കയ്യിൽ നന്നായിട്ട് ഉരുട്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ടേബിളിലോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളൊന്ന് നീളത്തിലാക്കി എടുക്കണം. അതായത് നമ്മൾ ഉരുട്ടാൻ നേരത്ത് നമ്മുടെ വിരലുകൾ അകത്തി കൊടുത്താൽ അത് നന്നായിട്ട് നീണ്ടുവരും. ഏകദേശം നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. താഴെ ഭാഗം നല്ല കനത്തിൽ വന്നിട്ട് മേളിലേക്ക് വരുമ്പോൾ കനം കുറഞ്ഞാണ് വരുന്നത്. അപ്പം നമ്മളതൊരു ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ച് കൊടുക്കണം. ഇതിൽ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് മരത്തിൻ്റെ ഇംപ്രഷൻസ് കൊടുക്കാം. അങ്ങനെ കുറച്ച് ശകലങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാം. മരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഇതിൽ ഇലയും പൂക്കളൊക്കെ കൊടുക്കാം. അതിനായിട്ട് നമ്മൾ കുറച്ച് ക്ലേ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ഉരുട്ടുക. പിന്നെ അതിൻ്റെ സൈഡിലൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഉരുട്ടി കൊടുക്കാൻ നേരത്ത് നമുക്ക് ഒരു മഴത്തുള്ളിയുടെ ആകൃതി കിട്ടും. ഇനി അത് നമ്മളൊരു ബ്ലേഡ് ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത ഇനി ഒരു കില്ലിംഗ് നീഡിലോ അല്ലെ ഇതില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇർക്കിലി കൊടുത്തോ ആ ഇതളൊന്ന് വിടർത്തി കൊടുക്കണം. പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കത്രിക ഉപയോഗിച്ചിട്ട് അതിൻ്റെ അടിഭാഗം മുറിച്ച് കളയാം.
ഇല ഉണ്ടാക്കാനായിട്ട് കുറച്ച് ക്ലേ എടുത്തിട്ട് നമ്മളതിനൊരു ചെറിയൊരു സിലിണ്ടറിൻ്റെ ഷേപ്പാക്കി എടുക്കുക. എന്നിട്ട് അതിനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ 2 സൈഡിലും പിടിച്ച് അവിടെ ഒന്ന് ചെറിയ രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കാൻ നേരത്ത് നമുക്കൊരു ഇലയുടെ ഷേപ്പ് കിട്ടും. ആ ഇലയുടെ അറ്റം ഒന്ന് മുറിച്ച് കൊടുക്കണം. നമ്മൾ ഒട്ടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ മുറിച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇലയെല്ലാം ഇതിലേക്ക് ഒട്ടിക്കാം. ഇവിടെ ഇലയെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. ഇനി പെയിൻറ്റ് കൊടുക്കാനായിട്ട് ബ്രൗണും യെല്ലോയും ഗ്രീനും എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം മരത്തിന് ബ്രൗൺ കൊടുക്കാം. ഇലയ്ക്കായിട്ട് നമ്മളിവിടെ യെല്ലോയും ഗ്രീനും എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഗ്രീൻ കൊടുക്കുക. അതിനുശേഷം കുറച്ച് മാത്രം യെല്ലോ ഒരു ബ്രഷിൽ തന്നെ എടുത്തിട്ട് അതും ഒന്നത്തിലേക്ക് അടിച്ചു കൊടുക്കാം. ഇതാ നമ്മളിവിടെ മരത്തിന് പെയിൻ്റൊക്കെ അടിച്ചായിട്ടുണ്ട്. ഇനി നമ്മൾ മരത്തിന് താഴെ ഒരു വീടാണ് ചെയ്യാൻ പോണേ. അതിനായിട്ട് കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട്. ഇനി അതിനെ നമ്മൾ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഇവിടെ നമ്മൾ പേപ്പറിലൊരു വീട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വെച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ വീടിന് ആവശ്യം ഒരു ഡോറും ഒരു വിൻഡോയുമാണ്. ഡോറ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ ഈ വീടിൻ്റെ ഡോറ്. ഇനി അടുത്തത് വിൻഡോ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ലേ എടുക്കുക. എന്നിട്ട് നമ്മളൊരു റൗണ്ടിൽ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരു വിൻഡോ ആക്കി മുറിച്ചെടുക്കണം. ഇനി നമുക്ക് വീടിൻ്റെ അരികിൽ വെക്കാനായിട്ട് കുറച്ച് സ്ട്രിപ്സ് മുറിച്ചെടുക്കാം. ഒരു 1/2 സെൻറ്റിമീറ്റർ വീതിയിൽ ഒരു 3 സ്ട്രിപ്സ് നമുക്ക് മുറിക്കാം. ഇനി നമുക്ക് വീടിന് ഇംപ്രഷൻസ് കൊടുക്കാം. ഇനി നമ്മൾ മുറിച്ച് വെച്ച ആ സ്ട്രിപ്സ് വീടിൻ്റെ ടോപ്പിലായിട്ട് വെച്ച് കൊടുക്കാം.
ഡോറിന് ചുറ്റും വയ്ക്കാനായിട്ട് ആ ക്ലേ കൊണ്ട് തന്നെ നമ്മളൊരു നൂല് പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇനി ഈ ഡോറിൽ നമുക്ക് മരത്തിൻ്റെ ഇംപ്രഷൻസ് കൊടുക്കാം. നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൂക്കൾക്ക് ഒരു പർപ്പിൾ കളർ കൊടുക്കാം. ആദ്യം സെൻറ്ററിൽ കൊടുക്കുക, എന്നിട്ട് അത് ഉണങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് പുറത്ത് കൊടുക്കാം. നമ്മളങ്ങനെ എല്ലാ ഫ്ലവേഴ്സും പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മരത്തിലേക്കെല്ലാം ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് വീടിന് കളർ ചെയ്യാം. അതിനായിട്ട് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. നമ്മളിവിടെ വൈറ്റും ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ആഷ് കളറാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വീടിന് ഫുൾ അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് ഒരു റെഡും കുറച്ച് മാത്രം ബ്ലാക്കും എടുത്തിട്ടൊരു ഡാർക്ക് മെറൂൺ ആക്കിയിട്ട് നമ്മൾ ആ ബ്രിക്സിനൊക്കെ കൊടുക്കാം. നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ കുറച്ച് ഡാർക്ക് കളറും കുറച്ച് ബ്രിക്സിന് ലൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡോറിന് പെയിൻറ്റ് എടുക്കാം. അതിന് നമ്മൾ ബ്രൗൺ കളർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഡോറിന് കൊടുക്കാം. നമുക്ക് ആ വിൻഡോയുടെ അവിടെ ഒരു യെല്ലോ കളർ കൊടുക്കാം. അടുത്ത് നമുക്ക് കുറച്ച് പുല്ലുകൾ ആവശ്യമുണ്ട്. അതിനായിട്ട് നമ്മൾ നീളത്തിൽ കുറച്ച് പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിന് ഒരു ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടെ കളറാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ മരത്തിന് താഴെ കുറച്ച് ഗ്രീൻ കളർ കൊടുക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് പുല്ലുകളൂടെ വരച്ചു കൊടുക്കാം. നമ്മൾ വീടിവിടെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കുഞ്ഞു പുല്ലുകളും അത് ആ വീടിൻ്റെ സൈഡിലും ഒക്കെ നമുക്ക് ഒട്ടിക്കാം. പിന്നെ താഴെയും ആ പുല്ലിൻ്റെ ആ ഒരു സ്ട്രക്ചർ നമുക്ക് ഒട്ടിക്കാം. അതിനായിട്ട് കുറച്ച് ക്ലേ എടുക്കണം. അതിന് നമ്മൾ ആവശ്യമുള്ള സ്ഥലത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു കത്രിക എന്തെങ്കിലും കൊണ്ട് നമ്മളവിടെ കുത്തി കൊടുക്കുക. അപ്പോൾ നമുക്കൊരു പുല്ലിൻ്റെ ആ സ്ട്രക്ചർ കിട്ടും. ഇനി നമ്മുടെ പൂക്കൾക്ക് വേണ്ടിയിട്ട് യെല്ലോയും വൈറ്റും എടുത്തിട്ടുണ്ട്. ആദ്യം വൈറ്റ് ആ സെൻറ്ററിൽ കൊടുക്കുക എല്ലാത്തിൻ്റെയും. അതിനുശേഷം ആ യെല്ലോ ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ ഡോട്ട്സ് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കണം. അടുത്ത ഇനി നമുക്ക് ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ആ താഴത്ത് ആ ഭാഗത്ത് അടിച്ചു കൊടുക്കാം. ഇതാ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ കുറച്ച് ഫ്ലവേഴ്സ് താഴത്തേക്ക് വീഴുന്ന രീതിയിൽ കൂടെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ തുണിയിൽ പെയിൻറ്റ് ചെയ്തിട്ട് ഈ ക്ലോക്കിൻ്റെ അകത്തേക്ക് വെച്ചതാണ്. ഇത് നമ്മൾ പേപ്പറിൽ പെയിൻറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുത്തത്.